നമസ്കാരം വിശടി, ഇതൊരു ബജാജ് പൾസർ RS 200. ഈ വാഹനത്തിൻ്റെ സ്പ്രോക്കറ്റ് ഷാഫ്റ്റിൻ്റെ അവിടുന്ന് ഭയങ്കര ഓയിൽ ലീക്കും കാര്യങ്ങളൊക്കെയാണ്. ഒരു തവണ കസ്റ്റമർ എവിടെയോ സ്പ്രോക്കറ്റിൻ്റെ ഓയിൽ സീലൊക്കെ മാറിയാണ്, എന്നിട്ടും ഓയിൽ ലീക്ക് നിൽക്കുന്നില്ല എന്നും പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നതാണ്. അപ്പോൾ അതിൻ്റെ ഞാൻ മാറുന്ന കാര്യങ്ങളും അതിൻ്റെ പാർട്ട് നമ്പറും അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തിക്കൊണ്ടിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ. നല്ല ലീക്കാണ്, ഇവിടെ ഓയിൽ വന്ന് നിൽക്കുന്നത് കാണാം. ചെയിൻ അടിച്ച ഓയിലല്ല, ചെയിൻ ഡ്രൈ ആണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ ഓയിൽ സീൽ പോയേക്കുന്നതാണ്, അഴിച്ചു നോക്കാം. ഓയിൽ സീൽ അധികം ഡാമേജ് ഇല്ല, പക്ഷേ ഇതിൻ്റെ ഈ കോളറിൻ്റെ ഉള്ളിൽ ഷാഫ്റ്റിൽ ഒരു ഓറിങ് വരും. ആ ഓറിങ്ങാണ് ഡാമേജ് ആയി പോയേക്കുന്നത്. നമുക്കത് അഴിച്ചെടുത്ത് നോക്കാം. നമ്മൾ ഈ ബജാജ് വാഹനം പ്രത്യേകിച്ച് നമ്മൾ ഈ സ്പ്രോക്കറ്റിൻ്റെ ഓയിൽ സീൽ മാറുമ്പോഴത്തേനും ഈ കോളറും അതോടൊപ്പം തന്നെ ഈ ഓയിൽ സീലും ഈ ഷാഫ്റ്റുമേ വരുന്ന ഈ ഓറിങ്ങും കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഉള്ളിൽ വരുന്ന ഓറിങ് കൂടെ മാറിയാൽ ഇതിൻ്റെ ഓയിൽ ലീക്ക് പൂർണ്ണമായിട്ട് നമുക്ക് പരിഹരിക്കാൻ പറ്റത്തുള്ളൂ. വലിയ വിലയും കാര്യങ്ങളൊന്നുമില്ല, എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ്. പക്ഷെ എന്നാലും പലരും ഈ ഓയിൽ സീൽ മാത്രം മാറി വിടും. ഇത് നമുക്ക് എപ്പോഴും മേടിച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓയിൽ സീൽ മാറാൻ വരുന്നുണ്ടെങ്കിൽ ഇതിലൂടെ മാറിക്കഴിഞ്ഞാൽ നമ്മുടെ വർക്കും പെർഫെക്റ്റ് ആവും, കസ്റ്റമറുടെ കംപ്ലൈൻറ്റും മാറും. നമ്മുടെ 220 അതുപോലെ തന്നെ RS 200 NS 200 ഈ വാഹനത്തിനൊക്കെ വരുന്ന ഇതിൻ്റെ കോളറിൻ്റെ പാർട്ട് നമ്പർ വന്നിട്ട് JG 551010 58 രൂപയേ ഉള്ളൂ. RS 200 വരുന്ന ഈ ഓയിൽ സീലിൻ്റെ സ്പ്രോക്കറ്റ് ഓയിൽ സീലിൻ്റെ പാർട്ട് നമ്പർ വന്നിട്ട് DG 101456. ഈ ഓറിങ്ങിൻ്റെ പാർട്ട് നമ്പർ DK 101352. ഓയിൽ സീലിന് വന്നിട്ട് 27 രൂപ, ഓറിങ്ങിന് വന്നിട്ട് 2 രൂപ 70 പൈസ. ഈ അതേ സെയിം ഓറിങ് തന്നെയാണ് നമ്മുടെ 220 200 അതുപോലെ തന്നെയുള്ള വണ്ടികൾക്കൊക്കെ വരുന്നത്. സെയിം പാർട്ട് നമ്പർ തന്നെയാണ് NS 200 RS 200 എന്നെല്ലാം. ഓക്കെ, ഇതൊക്കെയാണ്. ഇത്രയും സാധനങ്ങൾ മാറിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ഓയിൽ ലീക്ക് പൂർണ്ണമായിട്ടും പരിഹരിക്കാൻ പറ്റുന്നുണ്ട്. ഓയിൽ സീൽ മാത്രം മാറിക്കഴിഞ്ഞാൽ 2 ദിവസം കഴിയുമ്പോൾ പിന്നെ ഓയിൽ ലീക്ക് വന്നാൽ നമ്മുടെ പണിയും ചെയ്തത് മോശമാവും. ഇതിപ്പം നോക്കി തന്നെ എനിക്ക് വ്യത്യാസം അറിയാം. ഇത് ഈ കടന്ന് ഒരഞ്ഞൊരഞ്ഞൊരഞ്ഞൊരഞ്ഞ് നല്ല രീതിയിൽ ഇത് ഡാമേജ് സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഫിറ്റ് ചെയ്തിട്ട് നോക്കാം നമുക്ക്. ഇതിൽ നിന്നെടുത്ത ഊരിയെടുത്ത് ഉറങ്ങി ഇത് നല്ലപോലെ ഹാർഡായിപ്പോയി. ഇതിനൊരു സോഫ്റ്റ്നെസ് ഇല്ല. പോരാത്തതിന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, നമ്മുടെ ആ ഒരു ഓറിങ്ങിൻ്റെ ആ ഒരു ഉരുണ്ട ഇതുപോലത്തെ ഇതില്ല, അതൊരു സ്ക്വയർ പോലെ ആയിപ്പോയി. അതിൻ്റെ ഇടയിൽ നിന്നാണ് ലീക്ക് വന്നുകൊണ്ടിരുന്നത്. അത് നല്ല പോലെ ഹാർഡായിപ്പോയി പുതിയതിനെ അപേക്ഷിച്ച്. ഓക്കെ, അപ്പോൾ എന്തായാലും ഓറിങ് മാറിയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഈ കോളർ ഇടുമ്പോഴത്തേക്കിനൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുന്നത്, ഇതിൻ്റെ 2 സൈഡും ഡിഫറൻ്റ് ആണ്. ഈ ഒരു കട്ടിങ്ങുള്ള ഈ പോർഷനാണ് അകത്തേക്ക് പോകേണ്ടത് കേട്ടോ. നമ്മുടെ 150 വാഹനങ്ങളിൽ വരുമ്പോഴത്തേക്കിനും ഇങ്ങനൊരു കട്ടിങ് ഇല്ല, സെയിം ഇതുപോലെ തന്നെ പ്ലെയിൻ ആയിട്ടിരിക്കുന്നത്. അത് അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് മാറ്റിയാലും കുഴപ്പമില്ല. പക്ഷേ ഈ 220 നമ്മുടെ RS 200 NS 200 അതേപോലെ വണ്ടികൾക്കൊക്കെ വരുമ്പോൾ ഈ കട്ടിങ്ങുള്ള ഭാഗമാണ് അകത്തേക്ക് പോകേണ്ടത്. ഇങ്ങനെ വെറുതെ കയറ്റി വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ഓയിൽ സീലൊക്കെ മാറിയതിന് ശേഷം 5 മിനിറ്റ് ഇങ്ങനെ ഒന്ന് നമ്മുടെ പടോക്കിൽ വെച്ചുകൊണ്ടിട്ട് ഒന്ന് ഗിയറിലിട്ടിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് ഓയിൽ ലീക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് പെട്ടെന്ന് അറിയാൻ പറ്റും. ഇതിപ്പോൾ ഒരു 10 മിനിറ്റോളമായി വണ്ടി സ്റ്റാർട്ട് ചെയ്തേക്കുന്നു. ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എല്ലാ ആശന്മാരും ചെയ്യുന്ന രീതികൾ തന്നെയാണ്. അപ്പം എല്ലാവരുടെയും അറിവിലേക്കായിട്ട് പങ്കുവയ്ക്കുന്നു. ശരണാണേ, എറണാകുളത്ത് നിന്നും.